അനുവും ബാക്കിയുള്ളവരും എല്ലാവരും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിൽ ഷാനവാസ് ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അതിന് മുമ്പ് ആദില നൂറയോട് വന്നിട്ട് വളരെ വിഷമത്തോടു കൂടി ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട്. സംതിങ് ഫിഷി. ആക്ച്വലി നെവീനും ഷാനവാസും ഒന്നിച്ചാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു ഫലമായി ഷാനവാസിന് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. തുറന്നു പറയുന്നില്ല, പുള്ളി പറയുന്ന കഴുത്തിലോട്ട് കൈയും കാലും ഒക്കെ എടുത്തിടും എന്നുള്ളതേ പറയുന്നുള്ളൂ. ബട്ട് അതൊരു ഇറിറ്റേറ്റിംഗ് ഇതായിട്ട് പുള്ളിക്ക് മനസ്സിലായിരിക്കുന്നു. ദിസ് ഈസ് ദ പ്രോബ്ലം. ദിസ് ഈസ് വൈ ഐ ഹേറ്റ് LGBTQ. അവൻ ആ കമ്മ്യൂണിറ്റിയെ നാണം കെടുത്തു എന്നുള്ളത് തർക്കം വേണ്ട. ആദില നൂറയില്ല, അവനാണ് ഈ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിക്കാൻ പോകുന്നത്. അത്രയും ഉത്സാഹവും ആവശ്യമുള്ള അവൻ മാറിക്കിടക്കുക എന്നുള്ളതാണ്. അത് മാറിക്കിടക്കണമെന്ന ഡിമാൻഡ് വെക്കുമ്പോൾ വളരെ മോശപ്പെട്ട രീതിയിൽ പിന്നെ ഷാനവാസിനോട് ബിഹേവ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, അഭിലാഷ് ഈ ഇരിക്കുന്ന സദസ്സിലേക്ക് അഭിലാഷ് കടന്നു വരികയാണ്. അഭിലാഷ് വന്നിട്ട് എന്താ നെവിൻ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, നീ ആക്കി തരുമോ എന്നാണ് ചോദിക്കുന്നത്. അതെന്ത് വർത്തമാനം? അതിപ്പോൾ സുഖമാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല. അതെന്താ നീ ആക്കി തരുമെന്ന് ചോദിക്കുന്നത്? അത് എടുത്ത് ചോദിക്കുന്നു അഭിലാഷ്. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? സോ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് വ്യക്തമായി, നിങ്ങൾക്ക് വ്യക്തമാക്കി കമൻറ്റിൽ പറയുക. നെവിൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, വളരെ വലിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ജിസയിലുമായിട്ട് തൊട്ടുരുമി ഇരുന്നുകൊണ്ട് ഒരു കൊക്കുരുമി വർത്തമാനം കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴും നമുക്ക് ഏകദേശം അത് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഷാനവാസിന് സ്ട്രോങ് ആയിട്ട് അവനോടൊരു ഹേറ്റ് ഫീലിംഗ് ഉണ്ട്. അത് പുള്ളി അത് പ്രകടമാക്കുന്നുണ്ട്. ആദ്യം വന്ന് ആദില നൂറയുടെ അടുത്ത് കൃത്യമായി കാര്യം പറയുന്നു. എനിക്ക് അവിടെ അവൻ്റെ കൂടെ കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അവിടെ നിന്ന് മാറണം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. എന്തോ ഒരു റൂം ചേഞ്ച് അല്ലെങ്കിൽ മുറി ബെഡ് മാറ്റുന്ന കാര്യമാണ്. പക്ഷെ നവീൻ പറ്റത്തില്ല, എനിക്ക് നിൻ്റെ ഒപ്പം തന്നെ കിടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. അപ്പോൾ നവീൻ പർപ്പസ്ലി ഷാനവാസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊക്കെ അവർക്കേ അറിയുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമില്ല. പക്ഷെ സംതിങ് വെരി റോങ് നടക്കുന്നുണ്ടായിരിക്കും. ഷാനവാസ് അത് അത്ര പറയണം. ഷാനവാസിനെ ഒരുപാട് രീതിയിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് അടങ്ങുന്നില്ല. പറയുന്നത് ഇല്ല, എനിക്ക് താല്പര്യമില്ല, നീ നിൻ്റെ ജോലി നോക്ക്, നീ മാറിപ്പോയി കിടക്കുക, എനിക്ക് താല്പര്യമില്ല, നീ എൻ്റെ ഒപ്പം കിടക്കണ്ട എന്ന് പറയണം. അപ്പോൾ എന്താ ഞാൻ കിടന്നാലും എനിക്ക് എവിടെ തന്നെ കിടക്കും എന്ന് വീണ്ടും അതായത് ഇപ്പോൾ ഒരു നിർബന്ധ ബുദ്ധിയോട് സംസാരിക്കത്തില്ലേ, ഞാൻ കിടക്കും, വേണ്ട നീ കിടക്കണ്ട, ഞാൻ കിടക്കും, വേണ്ട നീ കിടക്കണ്ട. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം പറയുന്നുണ്ട്. സത്യത്തിൽ ഫീലിംഗ് പുച്ഛം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് പബ്ലിക്കിലേക്ക് എടുത്ത് ഇടേണ്ടിയിരുന്നില്ല എന്നുള്ളതും ഒരു റിക്വസ്റ്റാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കുക, ബിഗ് ബോസ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ മാത്രമാണ് ആകെ മൊത്തത്തിൽ അവരുടെ നമ്പർ. അതിൽ ഒരുപാട് പേര് നല്ല കുട്ടികളുണ്ട്, ഒത്തിരി പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമുണ്ട്. അവരെ കുറച്ചുകൂടെ ആളുകൾ ഈഴ്ത്തും, കുറച്ചുകൂടെ ആളുകൾ അകറ്റും. ചെയ്യരുത്. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് രഹസ്യമായി തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. ആ ഒരു വിഭാഗത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കരുത്. ചില മന്ദബുദ്ധികൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ളവരെ വെച്ചിട്ട് ആകെ മൊത്തമുള്ള കമ്മ്യൂണിറ്റി അവഹേളിക്കരുത് ദയവ് ചെയ്തിട്ട്. ഒത്തിരി പേരുണ്ട്, അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അവരാരും അങ്ങനെ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ കുത്തിക്കയറിയൊന്നും പോകുന്നവരല്ല. അതൊരു ഭയങ്കര ബോറിങ് സിസ്റ്റമാണ്. നമ്മളിപ്പം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ വന്ന് കയറി വേണ്ടാത്തടത്തൊക്കെ പിടിക്കുകയും അവരുടെ ലിംഗ പ്രദർശനമൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഇതാണ്. അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ഈ നെവിനുണ്ടോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഷാനവാസ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയത്തില്ലല്ലോ ഇയാളെ കൊണ്ട് വലിയ ശല്യമാണ്, എനിക്ക് വേണ്ട എന്നുള്ളത്. അത് ഓപ്പണായിട്ട് തന്നെ പറയുന്നു. ബാക്കിയുള്ള പിന്നെ ഹൗസ് മേറ്റ്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല, അവൻ്റെ കൂടെ കിടക്കണ്ട എന്ന്. ആദില നൂറ അത് മനസ്സിലായി എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവരോട് തന്നെ അത് പറയുമ്പോൾ അവർക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആദില നൂറയ്ക്ക് അത് കൂടുതൽ റിലേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും എന്നുള്ളത് അയാൾക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് മറ്റാരടുത്തും ആ വിഷയം പറയാതെ അവരുടെ അടുത്ത് തന്നെ ഒന്ന് പറഞ്ഞത്. അത് പറഞ്ഞ ഉടനെ ആദിലേക്ക് അത് പിടിയിട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് വാട്ട് എക്സാക്ട്ലി അത് തന്നെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.